ബഷീറിൻ്റെ പാത്തുമാസ് ഗോട്ട് അഥവാ പാത്തുമ്മയുടെ ആട് എന്നുള്ള വർക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അബൌട്ട് ദി ഓതർ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളം ലിറ്ററേച്ചർ റൈറ്ററാണ്. കോട്ടയത്താണ് ജനിച്ചത്. ഹി വാസ് നോട്ട് ഓൺലി എ റൈറ്റർ ബട്ട് ഓൾസോ എ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, ഹ്യൂമനിസ്റ്റ് ആണ്, സോഷ്യൽ റിഫോമർ ആയിരുന്നു. ബഷീറിൻ്റെ വർക്ക്സിൽ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് കോമൺ പീപ്പിളിനെ കുറിച്ച് എഴുതുന്ന വർക്ക്സാണ്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇൻസിഡൻസ് ആണെങ്കിലും ഫ്രം ഹിസ് ഓൺ പേഴ്സണൽ ലൈഫിൽ നിന്നും ഒക്കെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പുവർ പീപ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് ഓർഡിനറി വില്ലേജ് ലൈഫിലെ കോൺവെർസേഷൻസും ആ ഒരു ഹ്യൂമറസ് ടോണിലും ഒക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ബാല്യകാല സഖിയുണ്ട്, മതിലുകളുണ്ട്, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, പാത്തുമാസ് ഗോട്ടും ഒക്കെയാണ്. ആൻഡ് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഹീസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. കാരണം കോഴിക്കോട് ബേപ്പൂരിൽ അദ്ദേഹം ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പാത്തുമ്മയുടെ ആട് 1959 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുകൊണ്ട് കുറച്ച് ഫിക്ഷണൽ എലമെൻസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബഷീറിൻ്റെ ഓൺ ഹോമാണ് അല്ലെങ്കിൽ ആ ഫാമിലി ലൈഫ് ഇൻ വില്ലേജാണ് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് അദ്ദേഹം ഫ്രീഡം ഫൈറ്റർ ആയിരുന്നല്ലോ, സോ ജയിലിൽ നിന്ന് അദ്ദേഹം റിലീസായി ഹി വെൻറ്റ് ടു ഹിസ് ഹൗസ്. അപ്പോൾ അവിടെ നടക്കുന്ന രസകരമായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളുമാണ് പാത്തുമ്മയുടെ ആട് അഥവാ പാത്തുമാസ് ഗോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഡൊമസ്റ്റിക് കയോസിനെ കുറിച്ച്, പോവർട്ടിയെക്കുറിച്ച്, ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ലവിനെ കുറിച്ചും ഒക്കെ ആ ഒരു റൂറൽ മുസ്ലിം ഹൗസ് ഹോൾഡിന് എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഹി ഡെപ്പിക്റ്റഡ് ഇൻ ദിസ് വർക്ക്. അപ്പോൾ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് ബഷീറിൻ്റെ ഫാമിലി, അതായത് ഹിസ് മദർ, ഹിസ് സിബ്ലിങ്സ് ഉണ്ട്, പിന്നെ ഒരു നൊട്ടോറിയസ് ഗോട്ട്, GOAT ഗോട്ട്, ഒരാട്. അത് സിസ്റ്ററായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള പാത്തുമ്മയുടെ ആടാണത്. വളരെ നൊട്ടോറിയസ് ആൻഡ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആടാണ്. ബിക്കോസ് ഇറ്റ് കീപ്സ് ഈറ്റിംഗ് എവറിത്തിങ് ഇൻ ദിസ് ഹൗസ്. എന്തൊക്കെയുണ്ടോ സാധനങ്ങൾ വീട്ടിൽ അതെല്ലാം എടുത്ത് തിന്നും. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം ഒരു സ്പോക്കൺ മലയാളം ഡയലക്റ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, സംസാര ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലാതെ ലിറ്റററി മലയാളത്തിലല്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് വളരെ ഒരു റെവല്യൂഷണറി ഫോം ഓഫ് ലിറ്റററി വർക്കായിട്ട് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും നോവലൊക്കെ ആണെന്നുണ്ടെങ്കിലും പോമാണെന്നുണ്ടെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും യൂഷ്വലി ദ റൈറ്റേഴ്സ് വിൽ ചൂസ് എ ലിറ്റററി ലാംഗ്വേജ്, അല്ലേ? ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും പറയുന്നത്. സോ ദാറ്റ് അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ വൈക്കം മുഹമ്മദ് ബഷീറിനെ ബാക്കിയുള്ള റൈറ്റേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലാണ്, റൈറ്റിംഗ് സ്റ്റൈലാണ്, കോൺവെർസേഷണൽ സ്റ്റൈലിലാണ്, ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ കൊളോക്കിയൽ ലാംഗ്വേജിലാണ് ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. ചാപ്റ്റർ 1 പറയുന്നത് വെച്ചാൽ ബഷീർ റിട്ടേൺസ് ഹോം ആഫ്റ്റർ ഹിസ് റിലീസ് ഫ്രം ദ പ്രിസൺ. ഒരുപാട് നാളായിട്ടാണ് ഒരു നാളിന് ശേഷമാണ് ഹി വിസിറ്റ്സ് ഹിസ് ഹൗസ്. സോ ഭയങ്കര പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം വീട്ടിലോട്ട് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഹി ഫൈൻഡ്സ് ദി അറ്റ്മോസ്ഫിയർ വെരി ഡിഫറെൻറ്റ്. കാരണം വളരെ കൺഫ്യൂസിങ് ആയിട്ടും വളരെ നോയ്സി ആയിട്ടും ക്രൗഡഡ് ആയിട്ടും ഫുൾ ഓഫ് ക്വാറൽസ് ആണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. സോ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള പാത്തുമ്മയുടെ ഗോട്ട് അവിടേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് റോം ചെയ്യുന്നു, ബുക്സ് കഴിക്കുന്നു, ക്ലോത്ത്സ് തിന്നുന്നു, മാറ്റ് നമ്മൾ ചവിട്ടിയുണ്ടല്ലോ അതെല്ലാം എടുത്ത് തിന്നുകയാണ് ചെയ്യുന്നത്. ഓതർ ഹ്യൂമറസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഈ ഒരു കെയോട്ടിക് ഹൗസ് ഹോൾഡിനെ. ഫുൾ ഓഫ് ഷൗട്ടിങ് ചിൽഡ്രൻ, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ആ എവർ ഹംഗ്രി ഗോട്ടിനെ കുറിച്ച് ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ ഹീ ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഗോട്ട് ആൻഡ് ദി നോയ്സി ഹൗസ് ഹോൾഡ്. ചാപ്റ്റർ 2 ഫാമിലി ഇൻട്രൊഡക്ഷൻസ് ആണ്. ഹി ഇൻട്രൊഡ്യൂസസ് ഹിസ് മദർ, അതായത് ഉമ്മയെക്കുറിച്ച് പറയുന്നു, ബ്രദറായിട്ടുള്ള അബ്ദുൾ ഖാദറിനെ കുറിച്ച് പറയുന്നു, സിസ്റ്റർ പാത്തുമ്മയെക്കുറിച്ച് പറയുന്നു, ആൻഡ് ഓൾസോ അതർ റിലേറ്റീവ്സ് ഹു ലിവ്സ് ഇൻ ദി ഹൗസ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ പയസായിട്ടുള്ളൊരു സ്ത്രീയാണ്, വളരെ ലവിങ് ആണ്. പക്ഷേ പാത്തുമ്മയായിട്ട് മിക്കവാറും ഉള്ള സമയങ്ങളിലെല്ലാം ക്വാറലിംഗ് ആണ്. പാത്തുമ്മയുടെ ഹസ്ബൻഡ് ഒക്കേഷണലി വർക്ക് പ്ലേസിൽ നിന്ന് വരുന്നുണ്ട്. പാത്തുമ്മയുടെ ഗോട്ടാണ് ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് ഇവിടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബഷീർ ഹ്യൂമറസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പൈസയുടെ പേരിലും ഫുഡിൻ്റെ പേരിലും സ്പേസിൻ്റെ പേരിലും ഒക്കെ ഇവർ തമ്മിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമസ്റ്റിക് ഫൈറ്റ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. സോ ഈ ക്വാറൽസ് ആണെങ്കിലും ഡെയിലി ട്രബിൾസ് ആണെന്നുണ്ടെങ്കിലും അത് റിവീൽ ചെയ്യുന്നത് ഇവർ പോവർട്ടി സ്ട്രിക്കൺ ലൈഫിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. ആൻഡ് ഓൾസോ ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സ്ട്രോങ് പേഴ്സണാലിറ്റീസും അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ചാപ്റ്റർ 3 പാത്തുമ്മയുടെ ഗോട്ട് വളരെ ഒരു മിസ്റ്റീരിയസ് സിമ്പിളായിട്ട് മാറുവാണ്. ഒരു ഡൊമസ്റ്റിക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കോമിക് റിലീഫായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ബഷീറിൻ്റെ മാനുസ്ക്രിപ്റ്റ്സും ക്ലോത്തും അദ്ദേഹത്തിൻ്റെ ബെഡ് വരെ എടുത്തങ്ങ് തിന്നുവാണ് ഈ ഗോട്ട്. അപ്പോൾ ബഷീർ അതിനെ ചേസ് ചെയ്യാൻ നോക്കി. പക്ഷേ പാത്തുമ്മ അതിനെ ഫിയേഴ്സ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. ബിക്കോസ് പാത്തുമ്മ കോൾസ് ദ ഗോട്ട് ആസ് ഹർ ഒൺലി ഫ്രണ്ട്.
അപ്പോൾ ഗോട്ട് സിംബലൈസ് ചെയ്യുന്ന ബോത്ത് പോവേർട്ടിയും ഉണ്ട്, പാത്തുമ്മയുടെ ആ ഒരു ഡിറ്റർമിനേഷനുമാണ് കാണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈറ്റ്സ് എവറിത്തിങ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് നത്തിങ് എൽസ് ടു ഈറ്റ്. ഗ്രാസും ഇല്ല, വേറെ ആനിമൽ ഫുഡും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ണിൽ കാണുന്ന എല്ലാം കഴിക്കുന്നത്. സോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവരുടെ ലൈഫിലെ ആ ഒരു പോവർട്ടിയാണ് കേട്ടോ. ദെൻ ചാപ്റ്റർ 4 ബഷീർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്, ബ്രദറും മദറും സിസ്റ്റേഴ്സും തമ്മിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്വാറലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആങ്കർ ആണെങ്കിലും വഴക്കാണെന്നുണ്ടെങ്കിലും ദർ ഇസ് ഡീപ്പ് അഫെക്ഷൻ ബിറ്റ്വീൻ ദി ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ അദ്ദേഹം പോവർട്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹൗസ് ഹോൾഡ് ലൈഫിലെ മാഡ്നസ്സിൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഹി ഹിംസെൽഫ് ഹാസ് ബിക്കം ബോത്ത് എ പാർട്ടിസിപ്പൻറ്റുമാണ് ഈ ഒരു കെയോസിനകത്ത്. അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള്. ഓക്കെ, അപ്പോൾ ഫാമിലി ഫൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബൈൻഡിങ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്നെസ് ഉണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ട്. ചാപ്റ്റർ 5 ബഷീർ ട്രൈസ് ടു റൈറ്റ് എ ന്യൂ സ്റ്റോറി. പക്ഷേ ഹി ഫൈൻഡ്സ് ഇറ്റ് ഇമ്പോസിബിൾ എമിഡ്സ് ദിസ് ഷൗട്ടിങ് ആൻഡ് നോയ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ സ്കോൾഡ് ചെയ്യുന്നുണ്ട് ഫോർ ബീയിങ് ലേസി. പാത്തമ്മ എന്നിട്ട് ഇദ്ദേഹത്തിനെ മോക്ക് ചെയ്യുന്നുണ്ട്, അതായത് പൈസയൊന്നും സമ്പാദിക്കാത്തതുകൊണ്ട് പാത്തമ്മയും കളിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമറസ്ലി കമൻറ്റ്സ്, അതായത് ഒരു റൈറ്ററിന് ആടിനെ അല്ല ആവശ്യം, ഹി നീഡ്സ് പീസ്, അതായത് സമാധാനമാണ് ആവശ്യമെന്നുള്ളത്. ഡെസ്പൈറ്റ് ഓൾ ദ ട്രബിൾ എന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്, ഈ ഒരു കെയോസിൽ നിന്ന്. അപ്പോൾ ബഷീർ അക്സെപ്റ്റ് ചെയ്യുവാണ് നോയ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നൗ ബിക്കം എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. ആ ഒരു ക്രിയേറ്റീവ് ലൈഫിൻ്റെ ഭാഗമാണ് നോയ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കെയോസാണ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കൊടുക്കുന്നതെന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുവാണ്. ചാപ്റ്റർ 6 ഗോട്ട് എന്താണ് ഈ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഓവറായിട്ട് തിന്ന് അത് ഇറ്റ് ഫാൾസ് സിക്ക്. അപ്പോൾ ഹോൾ ഫാമിലി വറീഡ് ആവുന്നുണ്ട്, ബഷീറും വറീഡ് ആവുന്നുണ്ട്. വൺസ് എന്താണ് ബഷീർ ഹേറ്റഡ് ദിസ് ആനിമൽ, പക്ഷേ നൗ ഹി ഫീൽ സോ പിറ്റി. അപ്പോൾ ഗോട്ട് മരിക്കുവാണ്, ഫാമിലി വളരെ ഹാർട്ട് ബ്രോക്കൺ ആവുന്നു, എസ്പെഷ്യലി പാത്തുമ്മ. സ്റ്റോറി എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബഷീർ ആ ഒരു ഇമോഷണൽ ബോണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പോവർട്ടിയെ ഉള്ള ലൈഫാണെങ്കിൽ പോലും ഇവരുടെ ലൈഫ് വളരെ സിമ്പിളാണ് ആൻഡ് ഓൾസോ വെരി ഹമ്പിളാണ്. സോ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഡെത്ത് ഓഫ് ദി ഗോട്ട് എന്ന് പറയുന്നത് ഫാമിലിയെ യുണൈറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രീഫ് എന്നുള്ള ഇമോഷൻ വെച്ചിട്ട്. ആ ഒരു ലവ് ആൻഡ് അറ്റാച്ച്മെൻ്റ് ആണ് എമിഡ്സ് ദി കയേഴ്സ് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് നറേറ്ററാണ് വൈക്കം മുഹമ്മദ് ബഷീർ, പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് നറേറ്റർ ഓഫ് ദ സ്റ്റോറിയാണ്. ഹി റിട്ടേൺസ് ഫ്രം ദി പ്രിസൺ ആഫ്റ്റർ മെനി ഇയേഴ്സ്. അങ്ങനെ ഹി ഡിസൈഡഡ് ടു, അല്ലെങ്കിൽ എന്താണ് എന്താ പറയുക, അങ്ങോട്ടിരുന്ന് നല്ല വൃത്തിയായിട്ടിരുന്ന് എഴുതാം എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു നറേറ്ററാണ്, ഒബ്സർവൻ്റ് ആണ്, പേഷ്യൻ്റ് ആണ്, കമ്പാഷനേറ്റ് ആണ്. ഹി ലവ്സ് ഹിസ് ഫാമിലി ഡിസ്പൈറ്റ് ഓൾ ദിയർ ഫ്ലോസ്. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓരോ ഫാമിലി മെമ്പേഴ്സിന്, പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആ ആർട്ടിസ്റ്റിൻ്റെ സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ പാത്തുമ്മ ബഷീറിൻ്റെ യങ്ങർ സിസ്റ്ററാണ്, ലൗഡാണ്, വളരെ ആർഗ്യുമെൻറ്റേറ്റീവാണ്, പക്ഷേ ലവിങ് ആൻഡ് ഇന്നസെൻ്റ് ആണ്. അവളുടെ ഗോട്ടാണ് അവരുടെ ഡിയറസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരു റൂറൽ വുമണ്ണെയാണ് കാണിക്കുന്നത്. പിന്നെ ഉമ്മ അല്ലെങ്കിൽ മദർ വളരെ പയസ്, ട്രഡീഷണൽ, കെയറിങ് ആയിട്ടുള്ളവരാണ്. കോൺസ്റ്റൻ്റ്ലി പ്രേ ചെയ്യുന്നുണ്ട്. ഷീ കോൺസ്റ്റൻ്റ്ലി വറീസ് അബൌട്ട് ഹെർ ചിൽഡ്രൻ. പാത്തുമ്മയായിട്ട് ഓഫൺ ക്വാറൽ ചെയ്യുന്നുണ്ട്. ഒരു മോറൽ ആൻഡ് ഇമോഷണൽ സെൻറ്റർ ഓഫ് ദ ഫാമിലിയാണ് ഉമ്മ എന്ന് പറയുന്നത്. അടുത്തത് അബ്ദുൽ ഖാദറാണ്, ബ്രദറാണ്, യങ്ങർ ബ്രദറാണ്, ക്വാറൽസമാണ്, ലേസിയാണ്, ഓൾവേസ് ലുക്കിംഗ് ഫോർ മണി, ഓഫൺ സ്കോൾഡിങ് ബഷീർ. പിന്നെ പാത്തുമ്മയുടെ ഗോട്ട് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ക്യാരക്ടറാണ്. അതിന് പോവേർട്ടിയെയും സർവൈവലിനെയും ഹ്യൂമറിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. ഈറ്റ്സ് എവറിത്തിങ് ഇൻസൈറ്റ്. പിന്നെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇതാണ്. ആ ലൈഫിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ ബഷീറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കൊളോക്കിയൽ മലയാളത്തിലാണ് പറയുന്നത് അദ്ദേഹം, അല്ലാതെ ലിറ്ററി ലാംഗ്വേജിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഹ്യൂമറസും സറ്റേറിക്കലായിട്ടുള്ള വർക്ക്സാണ് അദ്ദേഹത്തിൻ്റേത്. പോവേർട്ടിയെക്കുറിച്ചും സഫറിങ്ങിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻസും ഉണ്ട്, എസ്പെഷ്യലി ഫ്രം ഹിസ് പേഴ്സണൽ ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, വില്ലേജ്, അതിൽ നിന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇൻസിഡൻസ് ഒക്കെ. പിന്നെ ട്രൂ ടു ലൈഫാണ്, റിയലിസ്റ്റിക്കലിയാണ് പോർട്രേ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാം, അവരുടെ റിയൽ ഇമോഷൻ സ്ട്രഗിൾസ്. പിന്നെന്താണ്, കോമൺ പീപ്പിളിൻ്റെ അടുത്തൊരു ഡീപ്പ് എമ്പതി ഉണ്ട്. ആ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ വളരെ ലൈവ്ലി ഡയലോഗ്സ് ആണുള്ളത്. ഓക്കെ, അല്ലാതെ നറേറ്റ് ചെയ്ത് പോകുമല്ല, കോൺവെർസേഷൻസും ഉണ്ട്, ലൈവ്ലി ആയിട്ടുള്ള ഡയലോഗ്സും ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫാമിലിയും ഡൊമസ്റ്റിക് ലൈഫും ഉണ്ട്, പോവർട്ടിയും സർവൈവലും ഉണ്ട്, ലവ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എവറിഡേ സ്ട്രഗിളിലെ ഹ്യൂമറുണ്ട്, റൈറ്ററിൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, സിംപ്ലിസിറ്റി ആൻഡ് ഹോമിലോട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്.